ഇസ സൂക്ഷിച്ച്. പടിയിറങ്ങി വരുന്ന ഇസമയെ കണ്ടതും ആദ്യം ഓടിച്ചെന്ന് അവൾക്കൊപ്പം നടന്നു. എനിക്കറിയാം എന്നെ നോക്കാൻ. എന്നിട്ട് ഈ ധൈര്യമൊന്നും ഇന്നലെ കണ്ടില്ലല്ലോ. മരിച്ചു പോകുവോ തിരിച്ചു വരുമോ എന്നൊക്കെ ആയിരുന്നില്ലേ ചോദ്യം. ഇസമയെ തളർത്താനുള്ള മറുപടിയായിരുന്നു അതെങ്കിലും സത്യവും അതുതന്നെയായിരുന്നു. ഒരുപോലെ കണ്ണെടുക്കാനാവാതെ ആദിയുടെ നെഞ്ചിൽ അമർന്ന് കരയുകയായിരുന്നു അവൾ രാത്രി മുഴുവൻ. സത്യമായും എനിക്ക് പേടി തോന്നുന്നു ആദി. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. ആദി ഇവിടെ ഇല്ലാതെ ഞാൻ മാത്രം. എനിക്കെന്തെങ്കിലും വരുമോ എന്ന് പേടിയില്ല. പക്ഷേ എൻ്റെ ബേബീസ് വരുമായിരിക്കും. അവളുടെ മുഖത്തെ പേടി കണ്ടതോടെ ആദിയുടെ ചങ്കിടുപ്പും കൂടി. അല്ലെങ്കിൽ തന്നെയുള്ള ടെൻഷൻ പുറത്ത് കാണിക്കാതെ നടക്കുവായിരുന്നു ആദി. 2 കുട്ടികളായതുകൊണ്ട് ഇസ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ആദിക്കറിയാം. കഴിവതും അവളോടൊപ്പം ഇരിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിൽ അതൊന്നും അവൾക്ക് മതിയായിരുന്നില്ല. എന്തിനാടി പേടി? നിന്റെ ഡോക്ടറല്ലേ കൂടെയുള്ളത്. ഞാൻ കവിത ചേച്ചിയെ തിരികെ വിളിക്കാം. അപ്പം തനിച്ചാണെന്നുള്ള ടെൻഷനൊക്കെ മാറും. ഇസ സമ്മതത്തോടെ തലയാട്ടി. ഓരോ ദിവസവും മനസ്സില്ലാ മനസ്സോടെയാണ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നത് തന്നെ. അതിനിടെ പോകാൻ നേരം ഇസയുടെ വകയൊരു പിന്നിൽ നിന്നൊരു പതിവാണ്. ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ ആദ്യ നേരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശരിക്കും അവൾ ആദിയെ വിളിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ആദി, ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. പറ, എന്താ കാര്യം? രാത്രിയിലെ പോലും ഒന്നും വരില്ലടാ, മോള് പേടിക്കണ്ട. അവൻ തിരികെ വന്ന് അവളുടെ മുടിയിൽ വിരൽ കടത്തിക്കൊണ്ട് സമാധാനത്തിൽ പറഞ്ഞു. അതല്ല ആദി, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയുവോ? നീ ചോദിക്ക്, എന്നിട്ട് സത്യം പറയണമെന്ന് ആലോചിക്കാം. എങ്ങും തൊടാതെയുള്ള ആദിയുടെ മറുപടി കേട്ടതും ഇസ അവൻ്റെ ഷർട്ടിൽ വിരൽ ചുറ്റി പതിവ് മട്ടിൽ പതിപ്പിക്കാൻ തുടങ്ങി. അത് പിന്നെ ബേബീസ് ആണാണോ പെണ്ണാണോ എന്നൊക്കെ നേരത്തെ അറിയാൻ പറ്റുമല്ലോ. പറ്റുമെന്ന് എനിക്കറിയാം. പരാതി, നമ്മുടെ കുഞ്ഞൂസ് ആണാണോ പെണ്ണാണോ? ആരായാലും നിനക്ക് ഒരുപോലെയല്ലേ ഈസ. പിന്നെ എന്താ, ഞാൻ പോകുവാണേ. അപ്പോൾ ബായ്. പിന്നെ വേറെയും ചോദ്യങ്ങൾ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആദി വേഗം അവിടെ നിന്നും സ്കൂട്ടായി. പറഞ്ഞിട്ട് പോവാതി, സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി. ആദിയുടെ മറുപടി കേട്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ആദി, ഒന്ന് പറയ് പ്ലീസ്. ഇസമോള് പാവല്ലേ, പഞ്ചാരയല്ലേ? ആദി മടങ്ങും വരുമ്പോഴേക്കും അവൾ അത് പറഞ്ഞു തന്നെ പിന്നാലെ കൂടി. ആദി ഫോണിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ഷകാരമട്ടിൽ ഇസയെ നോക്കി സ്റ്റെയർ കയറി. ഒപ്പം ഇസയും. ഇങ്ങനെ പോയാൽ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കും ഇസ. ഇസയെ നോക്കി അവനൊന്ന് നെടുവീർപ്പെട്ടു. എന്നാ പറ. ഇത്തവണ അവളുടെ കണ്ണുകളിൽ അവൻ പറയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ആദ്യം അത് പറഞ്ഞില്ല. വേറെ വല്ലതും എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. കേട്ടോടി കള്ളിക്കാന്താരി. ആദി കണ്ണട അല്പം താഴ്ത്തി അവളെ കടുപ്പത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദി പ്ലീസ്. ഇല്ല മോളെ, ഞാൻ പറയില്ല. അതിനുള്ള സോപ്പ് നീ പതപ്പിക്കണ്ട. ഇത്തവണ അവളുടെ ശബ്ദത്തിൻ്റെ ഇടർച്ച കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തളർച്ചയോടെ വീഴാനൊരുങ്ങി നിൽക്കുമായിരുന്നു ഇസ. ഇസ. ആദ്യം അവളെ ഓടിച്ചെന്ന് കയ്യിലെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയതും ഇസ തളർന്ന കണ്ണുകളോട് അവൻ്റെ കയ്യിൽ പിടിച്ചു കൊഞ്ചി. ആദി, എൻ്റെ അടുത്തുനിന്ന് പോവല്ലേ. ഇല്ല, പോകില്ല, ഞാൻ അടുത്തുണ്ടാവും. ആദ്യം അവളുടെ കൈകോർത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ബേബീസിൻ്റെ കാര്യം പറയാതെ പ്ലീസ്. ഞാൻ ആരോടും പറയില്ല. അവൾ വീണ്ടും കയ്യിൽ പിടിച്ച് കൊഞ്ചിയെങ്കിലും ആദ്യം അത് പറഞ്ഞിരുന്നില്ല. ഓരോ മാസം കഴിയും തോറും ഇസയുടെ വയറിൻ്റെ വലുപ്പം വയ്ക്കുന്നതിനോടൊപ്പം അവളുടെ പേടിയും കൂടി തുടങ്ങി. അതോടെ ആദിയുടെ കാര്യം കഷ്ടത്തിലായി. മര്യാദയ്ക്ക് ഡ്യൂട്ടിക്ക് എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പാവത്തിന് വിളിക്കുമ്പോഴെല്ലാം ഇസ അരികിൽ ഓടിയെത്തിയിരുന്നു. ചേച്ചി, ആദിയെ ഒന്ന് വിളിക്കാമോ? ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. വിളിക്കാം മോളെ. ഇസമ്മയുടെ ഫോൺ കണ്ടെത്തി അവർ വിളിക്കുമ്പോഴേക്കും അവളാകെ വിയർത്തു കുളിച്ചിരുന്നു. ഹലോ മോനെ, മോൾക്ക് തീരെ വയ്യ കേട്ടോ. ഒന്ന് ഇവിടം വരെ വരുമോ എന്ന് മോള് ചോദിക്കുന്നു. ചേച്ചി വെച്ചോ, ഞാനിപ്പോൾ എത്തിയേക്കാം. അവളോട് പറഞ്ഞേക്ക് ടെൻഷൻ വേണ്ട എന്ന്. ഞാൻ വേഗം വരാം. പെട്ടെന്ന് തന്നെ ആദ്യ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോന്നിരുന്നു. വന്നപാടെ കവിതയോടായിരുന്നു അവൻ്റെ ചോദ്യം. എന്ത് പറ്റി ഇസയ്ക്ക്? രാവിലെ മുതൽ കഴിച്ചതൊന്നും വയറ്റിൽ താങ്ങിയിട്ടില്ല. ഒരേ ഛർദിലാന്നേ. ആകെ തളർന്നു മോള്. ചേച്ചി വാ, ഞാനൊന്ന് നോക്കട്ടെ അവളെ. ആദി കവിതയെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ആദിയെ കണ്ടതും അവൾ കുഞ്ഞു പിള്ളേരെ പോലെ കരയാൻ തുടങ്ങി. എന്താ നിന്റെ പ്രശ്നം? ആദി അവളെ സമാധാനിപ്പിച്ച് കയ്യിൽ കിടത്തി.
എനിക്ക് വല്ലാതെ പേടിയാകുക. എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ. ആദി കൂടി അടുത്തില്ലെങ്കിൽ പോകല്ലേ ആദി, എന്നെ വിട്ടിട്ട്. ഇസ കരഞ്ഞോട് മാറോട് ചേർന്നതും ആദി അവളെ തലോടി ആശ്വസിപ്പിച്ചു. അയ്യേ, ഇസ കരയുന്നു? ഇതങ്ങനെ പേടിക്കാനൊന്നും ഇല്ലടാ. പ്രഗ്നൻസി ടൈമിൽ ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ 2 പേരില്ലേ ഇസോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാകും. ഒക്കെ മാറും, ഞാനല്ല പറയുന്നേ. ഇക്കാടെ കുഞ്ഞൂസ് പേടിക്കണ്ട. ചേച്ചി, ഇവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വന്നേ. ശരി മോനെ, ഇപ്പം എടുക്കാം. ആദ്യം പറഞ്ഞതിനനുസരിച്ച് അവർ ഭക്ഷണം എടുക്കാനായി താഴേക്ക് പോയി. അപ്പോഴേക്കും മിസ്സ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധവും തുടങ്ങി. എനിക്കൊന്നും വേണ്ട ആദി, കഴിച്ചാതൊക്കെ അതേപടി പുറത്ത് വരും. കുറച്ച് സമയം ആദ്യം എൻ്റെ അടുത്ത് ഇരുന്നാൽ മാത്രം മതി. ആദ്യം അടുത്തുള്ളപ്പോൾ ഒന്നും വരില്ലെന്നൊരു ധൈര്യമുണ്ട് എനിക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇക്ക തരും, മോളത് കഴിക്കും. നമ്മുടെ വാവുകൾക്ക് വേണ്ടിയല്ലേ ഈസ, കേൾക്കില്ലേ? ആദ്യം നിർബന്ധിച്ചു. അവളെ കൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു. മതി ആദി, പ്ലീസ്. ദേ ഇതുകൂടി. ആദ്യം നിർബന്ധിച്ചു കൊടുക്കും മുൻപ് തന്നെ അക്ബർ ചക്രവർത്തി ഉറയിൽ നിന്നും അടുത്ത വാളൂരി. പക്ഷെ വീശിയ വാളിൻ്റെ ഉന്നം തെറ്റിയത് ആദിയുടെ മേത്ത് വീണുകൊണ്ടായിരുന്നു എന്ന് മാത്രം. സോറി ആദി, ഞാൻ ക്ലീൻ. ഏയ് അതൊന്നും വേണ്ട, ഞാൻ ചേഞ്ച് ചെയ്തോളാം. എന്നാലും ആദി. ഒരെന്നാലുമില്ല, നീ ഇത്രയധികം ബുദ്ധിമുട്ടുമ്പോൾ കുറച്ചൊക്കെ എനിക്കും വേണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെയാ? ഛർദി പുരണ്ട ഷർട്ട് മാറ്റുന്നതിനിടയിൽ ആദി ചിരിയോടെ ഇസയോട് പറഞ്ഞു. ആദ്യ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും കവിത അവളെ അവിടെ നിന്നും മാറ്റിയെല്ലാം വൃത്തിയാക്കിയിരുന്നു. രണ്ടാൾക്കും വലിയ ബുദ്ധിമുട്ടായില്ലേ? കവിതയെ കണ്ടതും ഇസ ചമ്മലോടെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ബുദ്ധിമുട്ടോ? അങ്ങനെയൊന്നും പറയില്ല മോളെ. മോളുടെ അവസ്ഥയൊക്കെ ചേച്ചിക്കറിയില്ലേ? ചേച്ചിക്കുമുണ്ട് 2 പെൺമക്കൾ. നീ എങ്ങോട്ടായി എണീറ്റ് പോണേ? ഇരിക്കടി അവിടെ. പിന്നാലെ ആദിയുടെ സ്വരം കൂടി കടുത്തു വന്നതും അവൾ പഴയപടി സെറ്റിയിലേക്ക് ചടഞ്ഞിരുന്നു. സാധാരണ വീട്ടിൽ ഉപയോഗിക്കാറുള്ള ടീഷർട്ടും ഇട്ടാണ് ആദ്യം അടുത്ത് ചെന്നത്. അതോടെ ഈസയുടെ മനസ്സിൽ കരുതി, പുല്ല്, ഇനി ഇവിടുന്ന് ഇടം വലം തിരിയാൻ സമ്മതിക്കൂല. ആദി ഡ്രസ്സ് മാറ്റിയതല്ലേ, അടുത്തേക്ക് വരണ്ട. ചിലപ്പോൾ ഇനിയും എനിക്ക് വാള് വയ്ക്കാൻ തോന്നും. ചിരിയോടെ അവൾ ആദിയെ വിലക്കിയെങ്കിലും പിന്നാലെ കണ്ണു തുടക്കുന്നതും കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാനത് സഹിച്ചാൽ പോരെ പെണ്ണേ. പിള്ളേരുള്ളിൽ കിടന്ന് കാണിക്കുന്ന കുസൃതിയല്ലേ ഇതൊക്കെ. അതിനൊക്കെ നീ ഇങ്ങനെ ഷേ. ആദിയുടെ ചോദ്യവും കരുതലും കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ കൊള്ളാം, അപ്പോഴേക്കും കരച്ചിലുമായോ? കുറച്ചു നേരം മോൾ ഇക്കാൻ്റെ മടിയിൽ കിടന്നു. ഇനി അങ്ങനെയൊന്നും വരില്ല, ഇക്കയില്ല അടുത്ത്. അപ്പോൾ ആദിക്കിനി തിരിച്ചു പോകണ്ടേ? എൻ്റെ കൂടെ ഉണ്ടാവുമോ എപ്പോഴും? അവൾ കൈകോർത്തുകൊണ്ട് കൊതിയോടെ ചോദിച്ചു. ഇല്ലടാ, ഇക്കാക്ക് പോകണം. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് താമസിക്കുമെന്ന് വിളിച്ചറിയിച്ചോളാം ഞാൻ. മെല്ലെ മെല്ലെ എൻ്റെ മോൾ ഉറങ്ങിക്കോ, എന്നിട്ടേ പോകൂ. ഇസമ ഉറങ്ങിയതിൽ പിന്നെയാണ് ആദ്യ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയത്. തിരികെ വരുമ്പോഴും അവൾ ആ സെറ്റിയിൽ തന്നെ ചുരുണ്ടുകൂടി കിടപ്പായിരുന്നു. തൊട്ടരികിലിരുന്ന് അമ്മയുടെ കരുതലോടെ കവിത അവളുടെ മുടി തഴുകുന്നുണ്ട്. ബീവി എണീറ്റില്ലല്ലേ? ഇപ്പോഴും നല്ല ഉറക്കാണല്ലോ. ആദ്യം അവളുടെ പാദത്തിൽ ഇക്കിളിയിട്ടുകൊണ്ട് പറഞ്ഞു. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, പാവം. ഉറങ്ങിക്കോട്ടെ. ഇന്നലെ രാത്രിയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പിള്ളേർ ഇത്രയും പണി കൊടുക്കുന്ന കാന്താരി കരുതി കാണില്ല. ചേച്ചി പൊക്കോളൂട്ടോ, നേരം വൈകുന്നു. പിള്ളേരവിടെ ഒറ്റയ്ക്കല്ലേ? ആദ്യം അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് നടന്നു. ആദി, എന്താ വന്നിട്ടെന്നെ വിളിക്കാഞ്ഞേ? ഇക്ക വന്നപ്പോൾ ബേബിയും പിള്ളേരും നല്ല ഉറക്കത്തിലാന്നേ. ശല്യം ചെയ്ത് ഉണർത്തണ്ടെന്ന് കരുതി. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദി, എന്നാലൊരു പേടി. തുടക്കത്തിലെ ഇങ്ങനെയാണെങ്കിൽ ഒടുക്കത്തിൽ എന്താവും സ്ഥിതി? എനിക്കതേപറ്റി ഓർക്കുമ്പോഴാ കയ്യും കാലും ഒക്കെ വിറയ്ക്കുക. നമുക്ക് നോർമൽ ഡെലിവറി വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇപ്പോഴേ അതേക്കുറിച്ചുള്ള ചിന്ത വേണ്ട ഈസ. 3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ട്. ആദ്യ ഷർട്ട് ഒരു ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ടവലെടുത്ത് കഴുത്തിലേക്ക് ഇട്ടു. പോ, എനിക്ക് വയ്യ, വേദന സഹിക്കാനൊന്നും. ഇസമ്മ പതിവ് പോലെ കിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, നിനക്ക് പകരം ഞാൻ വന്ന് സഹിക്കാം. പോയി വെള്ളം എടുത്ത് കഴിക്കടി. ആദ്യം അറിയാതെ ഇസയെ ഒന്ന് ഒച്ചെടുത്ത് പോയി. ഇവള് കൂടെ കൂടിയ ഞാനും ഇങ്ങനെയായേ. പിന്നെ ഒരു സൺഡേ ആയിരുന്നു. ആദ്യം ഉള്ളത് കൊണ്ട് കവിതയോട് വരേണ്ടെന്ന് അറിയിച്ചിരുന്നു. ആദ്യം ഉണർന്നിട്ട് കൂടി എഴുന്നേൽക്കാൻ തോന്നിയില്ല. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നായിരുന്നു ഉമ്മിച്ചിയുടെയും പിള്ളേരുടെയും ഉറക്കം. സമയം അങ്ങനെ 8 9 പിന്നെ 10. ഈ സമയം എണീക്കുന്ന ലക്ഷണമൊന്നുമില്ലെന്ന് കണ്ട് അവൾക്കരികിലൊരു തലയിണ വെച്ച് ആദ്യമല്ലേ എഴുന്നേറ്റ് നോക്കി. അപ്പോഴേക്കും ഇസമ അവൻ്റെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ചു.
എവിടെ പോകുക, ഇവിടെ വന്ന് കിടക്കാതെ. സമയം 10 ബ്രഷ് ചെയ്തൊരു ചായ കുടിക്കാൻ ആദി ദയനീയമായി പറഞ്ഞു. അതൊക്കെ പിന്നെ ആദി, പ്ലീസ് എൻ്റെ അടുത്ത് വാ. പടച്ചോനെ, ഇവളെ കൊണ്ട് ഞാൻ. ബെഡിലേക്ക് കമിഴ്ന്ന് വീഴുന്നതിനിടയിൽ ആദി അറിയാതെ പറഞ്ഞുപോയി. ഹലോ ഡോക്ടർ സാർ, ഇപ്പോൾ സമയേ 12:30 എണീറ്റേ. അത് നീ എപ്പോൾ ഇവിടുന്ന് എണീറ്റ് പോയി? ആദ്യം നോക്കുമ്പോൾ ഇസമ കുളിച്ചൊരുങ്ങി സുന്ദരിയായി ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴേ എണീറ്റു, ഇനിയെങ്കിലും എണീറ്റ് പോയി കുളിക്കൻ്റെ മനുഷ്യ. നാണമില്ലേ നട്ടുച്ച വരെ ഇങ്ങനെ കിടന്നുറങ്ങാൻ? എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് നീ. ആദ്യ എണീറ്റ് അവളുടെ കവിളി രണ്ടും കൂട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ആദിയുടെ പിള്ളേര്, അതുകൊണ്ട് മാത്രം വെറുതെ വിടുക നിന്നെ, ഇല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. ആദ്യ ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് വെള്ളം തീർന്നത് ഒരുമിച്ചായിരുന്നു. ഷെടാ, വെള്ളം തീർന്നല്ലോ. ഇസ, വെള്ളം തീർന്നുട്ടോ. ആഹാ, നന്നായി പോയി. ഇസമ്മ മനസ്സിൽ കരുതിക്കൊണ്ട് പുറമേ ഇങ്ങനെയൊന്ന് ചോദിച്ചു. സോപ്പ് തേച്ചാണോ ബേബി? ഇല്ല, കുളിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ പോയി മോട്ടർ ഓൺ ചെയ്യടി ഭൂതമേ. അവിടെ കിടന്നു, പുറത്തേക്ക് വരണ്ട. ഇസ തിരിഞ്ഞതിന് ശേഷം പുറമേ അവൻ വീണ്ടും വിളിച്ചു. ഇസ, എന്താ മനുഷ്യ, സൂക്ഷിച്ച് പോണോടാ. ഇസമ്മ പമ്മി താഴേക്ക് ചെന്ന് മോട്ടർ ഓൺ ചെയ്യുമ്പോഴേക്കും ആദ്യ ടവൽ കൊണ്ട് ദേഹം മറച്ച് പിന്നാലെ പോന്നിരുന്നു. അവളെ തനിച്ചു വിടാൻ ആദിക്ക് എന്തോ മനസ്സ് വന്നില്ല. ഇറങ്ങി പോരാനായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ പറഞ്ഞേക്കണമായിരുന്നു. ഞാനിവിടെ എങ്ങാനും വീണു കിടപ്പുണ്ടെന്ന് പേടിച്ചിട്ടുണ്ടാവുമല്ലേ. അവളിടുപ്പിൽ കൈകുത്തിക്കൊണ്ടു തിരിഞ്ഞതും ആദ്യം അവളെ ചേർത്തണച്ചു. എന്താ ഡോക്ടറെ, വല്ലാത്തൊരു സ്നേഹപ്രകടനം. ഡെലിവറി കഴിയും വരെ നിന്നേക്കാൾ ടെൻഷൻ എനിക്കാണ് ഇസോ. അതെന്താ? ആദ്യം എന്തെങ്കിലും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടോ? അവളുടെ ചോദ്യം കേട്ടിട്ട് ആദ്യം മറുപടിയില്ലാതെ നിന്നു. ആദിയല്ലേ പറഞ്ഞത് 2 കുട്ടികളാവുമ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാവുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അത് നീ ആഗ്രഹിക്കുമ്പോഴൊന്നും അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ. ഞാൻ നിന്നെ നന്നായി കെയർ ചെയ്യുന്നില്ലേടാ. അത് ശരിയാണ്, എനിക്കിപ്പോൾ എപ്പോഴും ആദ്യം അടുത്ത് വേണമെന്നൊക്കെ തോന്നാറുണ്ട്. ആദ്യം അടുത്തില്ലെങ്കിൽ എന്തെങ്കിലും വരുമോ എന്നൊരു പേടി. പിന്നെ ആദ്യം എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതൊന്നും ഓർത്തിട്ട് ഈ മുഖം വാടണ്ട. ഏറ്റവും സുരക്ഷിതമായ കയ്യിലല്ലേ ഞാനും ബേബീസുമുള്ളേ. എന്തിനു പേടിക്കുന്നേ? നീ വിളിച്ചാൽ ഓടിയെത്താവുന്ന ദൂരത്തല്ലേ ഞാൻ. ആദ്യം ഒന്ന് മാറിക്കേ.